നാളെ പാരയുമായി ഈ നാറി ഇറങ്ങിയാൽ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് തൻ്റെ മണ്ഡലത്തിൽ പ്രവേശിക്കും എന്ന് 15-ാം തീയതി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. i2i ന്യൂസ് മിഷൻ 60യുടെ 20-ാം ദിനത്തിൽ തന്നെ അദ്ദേഹം നിയമസഭയിൽ പ്രവേശിച്ചു. 25-ാം ദിനം അദ്ദേഹം പാലക്കാട്ടേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. ഇതിനിടയിൽ ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇവർ പടർത്തുവാൻ ശ്രമിച്ചു. ഒരു IPS ഉദ്യോഗസ്ഥയെ ഈ അന്വേഷണ സംഘത്തിലേക്ക് ചേർത്തു. ആ IPS ഉദ്യോഗസ്ഥ യുവതിയെ കണ്ടു എന്നൊക്കെ തരത്തിൽ ഇന്നലെ മാതൃഭൂമിയിലൂടെ ഒരു പ്രചരണം നടത്തുവാൻ ശ്രമിച്ചു. അങ്ങനെ മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ജനങ്ങളുടെ ആ സ്നേഹം കുറയ്ക്കുവാനും ഇത്തരം ആരോപണങ്ങൾ നിലനിർത്തി അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യുവാനും ജനമനസ്സുകളിൽ അദ്ദേഹത്തെ വെറുപ്പിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് ഇവർ ഇത്രയും ദിവസം നടന്നത്. പക്ഷേ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് മിഷൻ 60 ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് 24 ദിവസങ്ങൾ പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർക്ക് യാതൊരുവിധ വെറുപ്പും ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുവാൻ സാധിച്ചില്ല. അത്തരം ദുഷ്പ്രചരണങ്ങളെല്ലാം അവർ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കേക്കച്ചൻ എന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കിവിറ്റ പിണറായി സർക്കാരിന് മൂന്നാമതും ഒരു വരമുണ്ടാകുവാൻ, ഭരണത്തുടർച്ചയുണ്ടാകുവാൻ ശക്തമായി പ്രവർത്തിക്കുന്ന സഖാവ് കേക്കച്ചന്റെ ആ വികൃത മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതാണ് പരമാർത്ഥം. നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പാലക്കാടിൻ്റെ മക്കൾ തിരഞ്ഞെടുത്ത ആ മണ്ണിലേക്ക് രാഹുൽ നാളെ പ്രവേശിക്കുമ്പോൾ ഈ നാണം കെട്ട കേക്കച്ചൻ എന്തെങ്കിലും നാറുത്തരവുമായി ഇറങ്ങുമോ എന്നതാണ് നമ്മൾക്ക് കണ്ടറിയേണ്ടുന്നത്. ഇയാൾ അടങ്ങിയിരിക്കുവാൻ സാധ്യതയില്ല. വെടികൊണ്ട പന്നിയെപ്പോലെ ഈ കേക്കച്ചൻ മുക്കറയിട്ടുകൊണ്ട് പാഞ്ഞു നടക്കുകയാണ്. എന്ത് വില കൊടുത്തും എങ്ങനെയും എന്ത് കുബുദ്ധി പ്രയോഗിച്ചും രാഹുലിനെ പാലക്കാട്ടേക്ക് കാലുകുത്തിക്കാതിരിക്കുവാനുള്ള സകല ശ്രമങ്ങളും ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ അതുകൊണ്ട് തന്നെ യുവനേതാക്കന്മാരെയും അതുപോലെ തന്നെ സീറ്റ് മോഹികളായ പല നേതാക്കന്മാരോടും പറഞ്ഞു, രാഹുൽ വിഷയത്തിൽ നിങ്ങൾ അമിതാവേശം കാണിച്ചാൽ, രാഹുൽ വിഷയത്തിൽ എൻ്റെ നിലപാടിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവനെ എല്ലാം ഞാൻ വെട്ടിനിരത്തും, യാതൊരു കാരണവശാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തരില്ല എന്ന് ഇയാൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പേടിച്ചാവണം പല യുവനേതാക്കന്മാരും പല മൂത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും കടൽ കിഴവന്മാരുമടക്കം നിശബ്ദത പാലിക്കുകയാണ്. കേക്കച്ചനാണ് ഈ വിഷയത്തിൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഈ കേക്കച്ചനാണ് പ്രശ്നം. സതീശനാണ് ഈ വിഷയത്തിൽ അടമൻ്റായിട്ട് ഒരു നിലപാടെടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾ നിശബ്ദത പാലിക്കുവാൻ കാരണം കൂടുതൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കണ്ട എന്ന് കരുതിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആത്യന്തികമായ ഒരു കാരണം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ്റെ നിലപാടിന് എതിരായി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തങ്ങൾക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ല എന്ന പേടി കൊണ്ട് മാത്രമാണ്. വി.ഡി. സതീശൻ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല. വി.ഡി. സതീശൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ എന്നേ ഇവനെ എടുത്തവർ ദൂരെ കളഞ്ഞിനെ. ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് KC വേണുഗോപാൽ എന്ന കുഴിപ്പുളവനാണ്. ഹൈക്കമാൻഡിൻ്റെ AICCയുടെ സകല ഒത്താശയും ഉണ്ടെന്ന് പറഞ്ഞ് ഈ പണിയെല്ലാം ചെയ്യിക്കുന്നത് ഈ കുഴിപ്പുളവൻ വേണുഗോപാലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ യാതൊരു ഗുണവും മണവുമില്ലാത്ത ഇവന്മാരുടെ ഇടയ്ക്കുള്ള ഒരു മോഡറേറ്റർ, അല്ലെങ്കിൽ ഇവന്മാരുടെ വെറും ഒരു കളിപ്പാട്ടം എന്ന നിലയ്ക്കാണ് ഈ KPCC പ്രസിഡന്റിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ അരമന കുഞ്ഞാട് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അയാളെ കൊണ്ടൊരു ഗുണവും മണവുമില്ല, യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാലിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന വെറും പാവം മാത്രമാണ് ഈ കേക്കച്ചൻ. ഇവന്മാരുടെ ഈ കുബുദ്ധിക്ക് മുമ്പിൽ ഇവരെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇപ്രകാരം ഒരു നിലപാട് ആദ്യമേ ഘടിപ്പിച്ചത്. എന്നാൽ അതുക്കും മേലെ പോകുവാനാണ് കേക്കച്ചൻ ശ്രമിച്ചത്. തൻ്റെ കൂടെ നിർത്തിയ ആ യുവ നേതൃത്വവുമായി ഒരു യുവനിരയെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അതിനെ തകർക്കണമെന്ന് ആഗ്രഹിച്ച KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആ പദ്ധതിയാണ് ഒടുവിൽ വിജയിച്ചത്. അവർ രാഹുലിനെ നശിപ്പിച്ചതോടുകൂടി വി.ഡി. സതീശൻ്റെ ചിറകാണ് അരിഞ്ഞത് എന്ന് കേക്കച്ചൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ
ആ വി ഡി സതീശൻ്റെയും ആ യുവ നേതൃത്വത്തെയും ഒറ്റപ്പെടുത്തി. അതുപോലെ തന്നെ ശ്രദ്ധിച്ചോ, ഈ അവസരം മുതലെടുത്ത് ആ യുവ നേതാക്കളെ എല്ലാം UDF-ലെ യുവ നേതാക്കന്മാരെ എല്ലാം വെട്ടിനിരത്തുവാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഷാഫി പറമ്പലിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ. 1000 കോടിയുണ്ട്, 10,000 കോടിയുണ്ട്, അതാണ് ഇതാണ്, അങ്ങനെ ഓരോ തരത്തിലും ഇവരെ ടാർണിഷ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. അതുപോലെ PK ഫിറോസ് വളരെ മിടുക്കനായ ഒരു യുവ നേതാവാണ്. ആ ഫിറോസിനെ പേടിക്കുന്ന ലീഗിലെ ഇതുപോലുള്ള തലമൂത്ത ചില കടൽക്കിഴവന്മാരും ഫിറോസിനെതിരെയുള്ള ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ UDF-ലെ തന്നെ കടൽക്കിഴവന്മാരാണ് ഈ യുവ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്. പാലക്കാട്ടേക്ക് നാളെ പ്രവേശിക്കുവാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുൽസിത പ്രസവനത്രങ്ങളുമായി ഈ വി ഡി സതീശൻ മുന്നോട്ട് വന്നാൽ വി ഡി സതീശന് കനത്ത വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഈ വി ഡി സതീശന്റെ നില എന്താണെന്ന് അയാൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. അയാളുടെ ഒരു വില ഇന്ന് പാർട്ടിയിൽ എന്താണ്? പൊതുസമൂഹത്തിന് മുന്നിൽ അയാളുടെ വില എന്താണ്? ഇന്ന് വെറുക്കപ്പെട്ട പൊഴുത്ത പട്ടിയെപ്പോലെ, ഒരു നികൃഷ്ടജീവിയെ കാണുന്നത് പോലെ ജനങ്ങൾ ഈ വൃത്തികെട്ടവരെ, ഈ കുലംകുത്തിയെ കാണുവാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുക. അവർ ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് ഇവനുള്ള പണി കൊടുക്കുവാൻ, ഇവനുള്ള നിയമസഭയിൽ അടുത്ത തവണ കയറുന്നില്ലെന്ന് ഉറപ്പാക്കുവാൻ, സ്വന്തം മണ്ഡലത്തിൽ തന്നെ പണി കൊടുക്കുവാൻ, ഇല്ലാതാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ കൗണ്ട് ഡൗൺ ജനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ തീവ്രത കൂടും. എത്രയും വേഗം ഇയാളൊരു പൊളിറ്റിക്കൽ കരിയർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇദ്ദേഹം ഇഷ്ടപ്പെടുന്നു, ഈ കോൺഗ്രസ് പ്രസ്ഥാനം കേരള മണ്ണിൽ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇയാളുടെ ഈ നാറിയ പിടിവാശി, ഈ പിണറായിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനുള്ള ഈ ഉദ്യമത്തിൽ നിന്നും ഇയാൾ പിന്മാറുക, ഇയാൾ പിന്നോട്ട് പോവുക. കഴിവുള്ളവർ ഈ പാർട്ടിയെ നയിക്കട്ടെ. ഇദ്ദേഹം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തടസ്സം, ഒരു പ്രതിബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലും പ്രതിബന്ധത്തിലുമാക്കും. അതോടുകൂടി ഈ പ്രസ്ഥാനം ഇല്ലാതാകും എന്ന കാര്യം തിരിച്ചറിയണം. അതുകൊണ്ട് രാഹുൽ, ഈ വിഷയത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ സമയമായി. കോൺഗ്രസ് നേതാക്കന്മാരെ, ഇത്രയും ദിവസം നിങ്ങൾ പല ആശയക്കുഴപ്പത്തിലായിരുന്നായിരിക്കാം, പല പല അഭ്യൂഹങ്ങൾ കേട്ട് നിങ്ങൾ അത് വീണുപോയിട്ടുണ്ടാവാം. പക്ഷേ ഈ 24 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുവരെയായിട്ടും ഈ ഒരു വിഷയത്തിൽ ആരോപണങ്ങളല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഭരണകൂടവും സകലരും വിചാരിച്ചിട്ടും ഒരു തെളിവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വിവാദങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇതിനൊരു അറുതി വരുത്തി ഒന്നായി കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ആ യുവ നേതാക്കന്മാരെ ഈ രാഹുലിന്റെ കൊടുത്ത പദവികൾ തിരികെ നൽകി അവരെ ചേർത്ത് പിടിച്ച് ഒന്നായി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാൽ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. നാളെ ഒരു സുവർണ അവസരമാണ്. 25-ാം തീയതി മിഷൻ 60-യുടെ 25-ാം ദിനത്തിൽ ഈ പ്രതിസന്ധികളെല്ലാം തീർത്ത് നിങ്ങളിത് കോൺഗ്രസിനെതിരെയുള്ള ഒരു സംഘടിത ആക്രമണമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങളൊരു സ്വയം തീരുമാനമെടുത്ത് പറ്റിയ തെറ്റുകൾക്ക് ഒരു പരിഹാരമുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ എടുത്ത് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചാൽ മിഷൻ 60-യുടെ 25-ാം ദിനം നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാം. അതല്ല, നിങ്ങൾ വീണ്ടും ഈ വിഷയം ആളിക്കത്തിച്ച് നിങ്ങൾ പലതരത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നാലും, ഇനി എത്ര പുതിയ പെണ്ണുകേസുകൾ കൊണ്ടുവന്നാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതിലും നാറിയ കഥകളുമായി നിങ്ങൾ വരും. പക്ഷേ അതൊന്നും ഇവിടെ ഏസില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ കൂടുതൽ ദുർബലരാക്കും, നിങ്ങളുടെ ഇമേജ് ഇടിക്കും, ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മിഷൻ 60-യുടെ 25-ാം ദിനം രാഹുൽ പാലക്കാട്ടേക്ക് പ്രവേശിക്കുന്ന ദിനം നിങ്ങൾ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക. അവിടെ ഒരു വിഭിന്ന സ്വരം കേൾക്കരുത്. ഒരു കോൺഗ്രസ് നേതാവിനെ, അവിടുത്തെ MLA-യെ ഈ തെമ്മാടികൾക്ക് വിട്ടുകൊടുക്കരുത്. രാഹുലിനെതിരെ ആരൊക്കെ നിന്നാലും, അതൊക്കെ ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങളോ ഏതൊക്കെ പാർട്ടിയോ നിന്നാലും അതെല്ലാം അവർക്ക് ദോഷമേ ചെയ്യൂ എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ നിയമസഭയിൽ എതിർക്കുവാൻ നിന്ന പ്രതിപക്ഷത്തോട് ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലും പാലക്കാട് രാഹുൽ പ്രവേശിക്കുമ്പോൾ യാതൊരു കാരണവശാലും LDF-ഓ BJP-യോ ഇതിനെതിരെ ഒരു പ്രതിബന്ധവുമായി വരരുത്. അവിടെ പ്രതിബന്ധം ഒരുക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. BJP പ്രവർത്തകരെ, LDF പ്രവർത്തകരെ, നിങ്ങൾ ആത്മസംയമനം പാലിച്ച് പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA-ക്ക് അവിടെ വരുവാനുള്ള, അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കയറുവാൻ യാതൊരു തടസ്സവുമില്ല, യാതൊരു നിയമ തടസ്സവുമില്ല എന്നിരിക്കെ
ആ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളുടെ MLA തടയാതിരുന്നാൽ, നിങ്ങൾ ആ രാഷ്ട്രീയ ഡീസൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പ്രതിരോധത്തിലാകുന്നത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവനായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പാലക്കാട്ടേക്ക് ഇദ്ദേഹം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇവർ കൊളുത്തുവിട്ട ഈ ആരോപണങ്ങൾക്ക് ശേഷം പാലക്കാട്ടേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വരുവാനുള്ള അവസരം ഒരുക്കിയ, ആ ഡീസൻസി ഒരുക്കിയ, അവരുടെ ആ മെച്ചുവേർഡ് ആയിട്ടുള്ള ആ പ്രവർത്തനത്തെ ജനങ്ങൾ മാനിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇദ്ദേഹത്തെ തടയുവാനോ എതിർക്കുവാനോ ശ്രമിച്ചാൽ അത് കൂടുതൽ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ അകറ്റാനേ സാധിക്കത്തുള്ളൂ. കാരണം ഇത് പാളിപ്പോയി, ഇതൊരു കള്ളക്കഥയാണ്, ഇതൊരു മെനഞ്ഞെടുത്ത കഥയാണ് എന്ന് ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ വിഷയത്തിൽ നിങ്ങൾ വീണ്ടും കടന്നു പിടിക്കുവാൻ ശ്രമിച്ചാൽ കൂടുതൽ നാറത്തേ ഉള്ളൂ. അമേദ്യത്തിൽ വീണവൻ അതിൽ കടന്ന് ഉരുണ്ടാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ആത്മസംയമനം പാലിച്ചാൽ, നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ അവിടെ പൊളിറ്റിക്കൽ ഡീസൻസി കാണിച്ചാൽ ഇവിടെ പ്രതിരോധത്തിലാകുന്നത് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവനാവും. ഇവന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയും. അപ്പോഴും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തോട്, ഈ നാണം കെട്ടവനോട് ചോദിക്കുന്നത് കണ്ടോ, ഇടതുപക്ഷവും BJPയും ആത്മസംയമനം പാലിച്ചു. നാണം കെട്ടവനെ, നീ എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിൽ, നീ എന്തിന്റെ ബോധ്യത്തിലാണടാ ഇപ്രകാരം ഒരു നിലപാടെടുത്തത്? പാലക്കാട്ടേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്ത, കോൺഗ്രസിന് നൽകിയ ഒരു അംഗീകാരം, കോൺഗ്രസിന് നൽകിയ ഒരു കൃത്യം ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നു. വരാൻ പോകുന്നത് ഒരു കോൺഗ്രസ് സർക്കാരാണെന്നുള്ള ആ ഒരു കൃത്യമായ ഒരു ഇൻഡിക്കേഷൻ. ആ ഇൻഡിക്കേറ്റർ തന്നെ തല്ലിപ്പൊളിച്ച നാണം കെട്ടവനെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നീ നടപടിയെടുത്തത് എന്ന് ഇയാൾ നാളെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇടതുപക്ഷത്തെയും BJPയും ഇറക്കി ഒരു പ്രതിരോധം തീർക്കുക എന്നത് കേക്കച്ചന്റെ ഉത്തരവാദിത്തമാണ്. ആ വലയിൽ നിങ്ങൾ വീണു പോകരുത്. പക്ഷേ നിങ്ങൾ ആത്മസംയമനം പാലിച്ചാൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ, ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നട്ടലിനേൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും നാളെ. നിങ്ങൾ നിശബ്ദത പാലിക്കുക. അവിടെ തടയുവാനുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരാത്തത്, ഇദ്ദേഹത്തെ അടുപ്പിക്കാത്തത് കോൺഗ്രസ് മാത്രമാണ് എങ്കിൽ അവിടുത്തെ അമ്മമാർ, അവിടുത്തെ പാലക്കാടിന്റെ മക്കൾ, ആ ജനങ്ങൾ ഇദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കോൺഗ്രസ് പ്രവർത്തകർ മാറി നിൽക്കുമ്പോൾ, കൊല്ലുന്നെങ്കിൽ ശത്രുക്കൾ വന്ന് കൊല്ലട്ടെ എന്ന് കരുതി ആ യുവനേതാവിനെ, പാലക്കാട്ട് ഏറ്റവും മനോഹരമായ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച ആ യുവനേതാവിനെ വിട്ടുകൊടുക്കുമ്പോൾ, അയാളെ ഒരു അനാഥനെ പോലെ അവിടേക്ക് സ്വീകരിക്കാൻ ആളില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഒളിച്ച് തങ്ങളുടെ പാർട്ടി നേതാവ്, തങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കൊട്ടേഷന് വിധേയനായ ആ യുവനേതാവ് എത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഒളിച്ചിരുന്നാൽ അത് കൃത്യമായ ഒരു സന്ദേശമാണ്. ജനങ്ങൾ കാണും. പാലക്കാട്ടെ ജനങ്ങൾ ഇദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തെടുക്കും. പാലക്കാട്ടെ ജനങ്ങളുണ്ടാവും രാഹുലിനെ അവിടെ സ്വീകരിക്കുവാൻ. പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെ സ്വീകരിക്കുമ്പോൾ നാണം കെട്ടവന്മാരെ, മാനം കെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ, നിന്റെയൊക്കെ കരണത്തുള്ള ചൂലും കെട്ടും കൊണ്ടുള്ള അടിയായിരിക്കും അത്. പാലക്കാട്ടെ ജനങ്ങൾ നാളെ ശക്തമായ ഒരു പ്രഹരം നിനക്ക് തരും. അതുകൊണ്ട് നല്ലത് മാറി നിൽക്കുന്നതിനേക്കാൾ നല്ലത് കൂടെ കൂടുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് അവസരം പോയിട്ടില്ല. മാറി നിൽക്കുന്നതിനേക്കാൾ ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രാഹുലിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ നേതൃത്വം നൽകുക. നിങ്ങൾ മുമ്പിൽ നിന്ന്, കോൺഗ്രസ് പ്രവർത്തകർ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവരോടൊപ്പം അവിടുത്തെ പാലക്കാട്ടെ ജനങ്ങളുടെ ചേർന്നാൽ അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അത് ഒരു ഐക്യത്തിന്റെ സന്ദേശമാവും. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതാവും ഗുണം ചെയ്യുക. നിങ്ങൾ ഓടി ഒളിച്ചാൽ, നിങ്ങൾ മാറി നിന്നാൽ പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ VK ശ്രീകണ്ഠൻ നടത്തിയ ആ ഒരു പ്രസ്താവന അത് എല്ലാവർക്കും വളരെ ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. ആ VK ശ്രീകണ്ഠൻ MP-യുടെ ആ പ്രസ്താവന നമുക്ക് ഒരിക്കൽ കൂടി കാണാം. VK ശ്രീകണ്ഠൻ MP ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ ആ ഒരു പ്രസ്താവന നിങ്ങൾ കാണുക. അത് കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, VK ശ്രീകണ്ഠന്റെ ആ പ്രസ്താവന കണ്ട ശേഷം നമുക്ക് തുടരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. ഇന്നുവരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം MLA എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല. അത് അദ്ദേഹത്തിൻ്റെ അസൗകര്യം. അദ്ദേഹം വരികയാണെങ്കിൽ
അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല. ഈ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, പക്ഷേ എപ്പോഴും പാലക്കാട്ടെ ചില നേതാക്കൾ രാഹുലിനെ രഹസ്യമായി വീട്ടിലേക്ക് എത്തി സന്ദർശിച്ചിട്ടുണ്ട്. പാലക്കാട് നടക്കാൻ പോകുന്ന ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ട് അവിടെ. ശരിയാ, അതായത് അവർ തന്നെ അത് സമ്മതിക്കുകയും ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അത് ശരിയാണ്. കാരണം അദ്ദേഹത്തെ പലരും പോയി സന്ദർശിച്ചത്. ഇവിടുത്തെ ഒരു വോട്ടർക്ക് ഇവിടുത്തെ ഒരു MLA കാണാൻ വല്ല നിഷേധമുണ്ടോ? കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷൻ DCCയുടെ അനുവാദം വാങ്ങാതെ പോകുന്നത് തെറ്റല്ലേ? കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിരിക്കുന്നത്? അത് ആദ്യം നിങ്ങൾ വ്യക്തമാക്കുക. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ്, സ്ഥിര നടപടിയല്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല. ഏത് വ്യക്തികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ, MLA കാണാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ കഴിയും. കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണും, പ്രവർത്തകർ കാണും. അതിനെന്താണ് ഒരു ഔപചാരികത കുറവുള്ളത്? ഒരു അനുമതി ആവശ്യം. ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച്, ഒരു മിനിറ്റ്, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നാൽ, ഒരു പ്രതിയായാൽ പോലും അവകാശം ഈ രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിയല്ല, അദ്ദേഹത്തിനെതിരെ കേസുമില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ പുകമറകളും ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിക്കാനുള്ള ഒരു സമയപരിധിയാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ BJPക്ക് സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങളുണ്ടാവുമല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത MLA അല്ലേ? അതിലെല്ലാ പാർട്ടിക്കാരും. ചിലപ്പോൾ എനിക്ക് സംശയം BJPയിലെ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. കാരണം BJPയുടെ മറ്റൊരു നേതാവിനെതിരെ കടുത്ത ആരോപണം, കേസും ഒക്കെ നിലനിൽക്കുകയാണല്ലോ. അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് MLAക്കെതിരെ പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായം BJPയിലുണ്ട്, CPMലുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാർ സ്ത്രീ പീഡന ആരോപണ വിധേയമായി പാർട്ടിയിൽ നിന്ന് താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു അവിടെ എന്താ ഒരു നയം എടുക്കണം, ഇവിടെ എന്താ ഒരു നയം എടുക്കണം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ CPMലും BJPയിലുമാണ് ഇപ്പോൾ കടുത്ത ഭിന്നതകൾ. കോൺഗ്രസിന് ഒരു ഭിന്നതയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.